അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആൻ്റണി. ഞാൻ അമ്പാട്ടുപാളയം, ചിറ്റൂർ അമ്പാട്ടുപാളയം ഇടവകയിൽ നിന്നാണ്. എനിക്ക് ആക്സിഡൻ്റായിട്ട് കാലിൽ റോഡ് വെച്ചിട്ടുണ്ട്. മുട്ടിൽ 2-3 സ്ക്രൂ ഉണ്ട്. മുട്ട് തിരിക്കുമ്പോൾ സൗണ്ട് വരുമായിരുന്നു. ഇങ്ങനെ ലെഫ്റ്റ് കാലിൽ മുട്ടിൻ്റെ അടിയിലേക്ക് താഴോട്ട് റാഡ് ഇട്ടുണ്ട്. ഒരു ദിവസം രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പോൾ അല്ലേ ഇടിച്ച് റോട്ടിൽ വീണ് എന്നിട്ട് രണ്ടായി മുറിഞ്ഞ് പുറത്തേക്ക് വന്നു. പിന്നെ 2-3 ഭാഗത്ത് പൊട്ടലുണ്ട്. എന്നിട്ട് അത്താണി ആസ്പത്രി അല്ലേ, അത്താണി ആസ്പത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ റാണ്ടിട്ടിരിക്കുന്ന എത്ര വർഷം ആയിട്ടുണ്ട്? 2020 2020 ഇപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ കാല് തിരിക്കുന്ന സമയത്ത് അവിടെ പെയിൻ എടുക്കും. അവിടെ പെയിനും ഉണ്ടായിരുന്ന, ഒരു സൗണ്ട് വരുമായിരുന്നു, ടക്ക് ടക്കെന്ന് ഒടിയുന്ന ഒരു സൗണ്ട് പോലെ വരുന്നുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം ഡോക്ടറോട് പറഞ്ഞു അതുണ്ടാവും, അത് പതുക്കെ മാറിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ശുശ്രൂഷയ്ക്കിടയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മുട്ടിന് സൗണ്ട് വരുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ആ സൗണ്ട് ഇല്ല. പിന്നെ അതേപോലെ ആക്സിഡൻ്റായിട്ട് മുട്ടിന് താഴെ മധ്യഭാഗത്തായിട്ടാണ് ഒടിഞ്ഞിരിക്കുന്നത്. അവിടെ പെയിൻ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി വരുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പെയിൻ ഉണ്ടായിരുന്നു. അച്ഛൻ വിളിച്ച് പറഞ്ഞു മുട്ടിന് താഴെ മധ്യഭാഗത്തായിട്ട് പെയിനുള്ള ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ പെയിൻ വിട്ടുപോയി. പിന്നെ അത് ഈ ആക്സിഡൻറ്റോട് കൂടി വന്നതല്ലേ? അതെ, 4 വർഷം മുമ്പുള്ള ഈ ആക്സിഡൻറ്റിൽ തന്നെ പെട്ട് വന്നതാണ്. കാലിൻ്റെ അടിഭാഗത്തിൻ്റെ മുകളിലുള്ള അല്ലേ പെയിൻ. അതേപോലെ പാദത്തിലും പെയിൻ ഉണ്ടായിരുന്നു. ഈ പാദത്തിൻ്റെ തൊട്ട് മുകളിൽ പാദവും ആയിട്ട് അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ കയറി വരുമ്പോഴും ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അച്ഛൻ പറയുന്ന സമയത്ത്, എനിക്ക് സന്ദേശം പറയുന്ന സമയത്ത് ആ പെയിൻ വിട്ടു, പെട്ടെന്ന് മാറി ശരീരത്തിൽ നിന്ന്. പിന്നെ ആരാധനാ സമയത്ത് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ വളരെ ക്ഷീണിച്ച് തളർന്നിട്ടാണ് വന്നത്. ഒരുപാട് ക്ഷീണവും ഒരു ഉത്സാഹമില്ലായ്മയും ഒരു ഭയങ്കര ഒരു നിരുത്സാഹമായിട്ടും ഒരു ഇതായിട്ടാണ് വന്നത്. വളരെ കുർബാനയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആരാധന മധ്യേ ഒരു ഭയങ്കരമായ ഒരു ശക്തി ഇറങ്ങി വരുന്ന പോലെ തോന്നി. എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഉയരാൻ തുടങ്ങി. നീ സ്തുതിക്കുന്നത് ഉയരാൻ തുടങ്ങി. അതിനു മുമ്പ് ഒരു അടവുണ്ടായിരുന്നു അല്ലേ? സ്തുതിക്കുമ്പോൾ ഒരു അടവുണ്ടായിരുന്നു, മങ്ങളുണ്ടായിരുന്നു. പതുക്കെ സ്തുതിച്ചുകൊണ്ടിരുന്ന ആളെ അറിയാതെ ഞാൻ ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ശക്തി. അപ്പോൾ ആത്മീയമായിട്ടുള്ളൊരു തടസ്സം ആ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തുറവി നൽകി ഒരു വലിയ ശക്തി വന്ന് നിറയുന്നത് കണ്ടു. ആ നിറയുന്ന സമയത്ത് ആ സ്തുതിപ്പ് സൗണ്ട് അങ്ങ് ഉയർന്നു. അതോടുകൂടി നീ ഫ്രീ ആയിട്ടുണ്ടാവും അല്ലേ? ഫ്രീ ആയി. അപ്പോൾ മുട്ടുകാലിൻ്റെ ട്വിസ്റ്റ് ചെയ്യുന്ന സൗണ്ട് മാറി. അതുപോലെ എല്ലിൻ്റെ വേദന മാറി. കാലിൻ്റെ അടിയിലുള്ള പാദത്തിൻ്റെ വേദന വരുമയുണ്ടായിരുന്നു, അത് മാറി. പിന്നെ ശരീരം തളർന്നാണ് വന്നത്. ഇവിടെ കയറി വരുമ്പോഴും തളർച്ചയായിരുന്നു. കുർബാനയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല, നിൽക്കാൻ പറ്റില്ല, മന്ദതയുണ്ടാവും. നല്ല ഉന്മേഷമായി. ഉന്മേഷമായി.